നമസ്കാരം. വയനാട് പുനരധിവാസത്തിനായി ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ച കേന്ദ്ര സംഘത്തോട് 2000 കോടി ആവശ്യപ്പെട്ടതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ മന്ത്രി PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങളൊക്കെ അറിയുന്നത് പോലെ ഇന്ന് 4 എണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. ബോഡി പാർട്സ് ആണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം കൂടി കഴിഞ്ഞ് കൺഫേം ആക്കാവുന്നതാണ് പറഞ്ഞത്. 197 ബോഡി പാർട്സ്, ടോട്ടൽ 423. ഇതില് മിസ്സിംഗ് പേഴ്സൺസ് 133. ബറിയൽ നടന്നത് ബോഡി 1, ബോഡി പാർട്ട് 2, ടോട്ടൽ 3. ബ്ലഡ് സാമ്പിൾ റിലേറ്റീവ്സിൻ്റെ കളക്ട് ചെയ്തത് DNA പ്രൊഫൈൽ 90. കറസ്പോണ്ടിങ് പേഴ്സൺസ് 126. പ്രധാനമായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. ദുരന്തബാധിതർക്ക് അടിയന്തരമായ ഒരു ആശ്വാസ ധനസഹായം നൽകണമെന്ന് നിങ്ങളിൽ പലരും ഇക്കാര്യം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അതിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഒന്നും ബാക്കിയാകാൻ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറ്റുന്നതിന് അടിയന്തര സഹായം നൽകാൻ വേണ്ടി പൊതുവെ തീരുമാനിച്ചു. ഇവിടുത്തെ ഈ പ്രദേശത്തെ ദുരന്തബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിച്ചത്. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ഇപ്രകാരം ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ 3 പേർക്ക് എന്ന നിലയിൽ നൽകും. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുന്നത്. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം അനുവദിച്ചു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുന്ന കാര്യം ഇപ്പോൾ നമ്മൾ എല്ലാ നിലയിലും ശ്രമിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാടകയും കലക്ടർ റിപ്പോർട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് വാടകയും നിശ്ചയിച്ചു നൽകും. ഇപ്പോൾ വാടക വീടുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 125 നമ്പറിനടുത്തേക്ക് വാടക വീടുകളായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേന്ദ്ര സംഘം വന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. കേന്ദ്ര സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അവർ പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡർബീസ് ക്ലീനിക്, ദുരന്ത മേഖലയിലെ മണ്ണും ചളിയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ 90 ദിവസമെങ്കിലും വേണം. അതിനും പ്രത്യേക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരച്ചിൽ എത്ര ദിവസം തുടരണമെന്നുള്ളത് ഇപ്പോൾ അതിലൊരു കൃത്യത നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അത് ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. അതും അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റസ് റിലീഫ്, അതായത് ദുരന്ത മേഖലയിലെ ആളുകൾക്ക് അടിയന്തര സമാശ്വാസമായ ഒരു തുക അനുവദിക്കപ്പെടേണ്ടതുണ്ട്.
അത് അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയമാണ് ഈ വായ്പ പണമിടപാടൊക്കെ നടത്തിയവരെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പണം ചോദിക്കുന്ന സ്ഥിതി. കർക്കശ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അവരുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ അത് കാണും. ഇവിടെയും അത് ശ്രദ്ധപ്പെടുത്തി, കേന്ദ്ര സംഘത്തിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. അവരുടെ വായ്പകളിൽ ഇളവ് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ 78 പേരാണ്, 78. പരമാവധി വാടക വീടുകൾ പരമാവധി അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലിക പുനരധിവാസം അധികം വൈകാതെ തന്നെ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം ലഭ്യമാകുന്ന വീടുകളിലേക്ക് ആരെ താമസിപ്പിക്കണമെന്നുള്ളത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തി ഉചിതമായ തീരുമാനം അധികം വൈകാതെ തന്നെ കൈക്കൊള്ളും. ഈ പറയുന്ന ക്വാർട്ടേഴ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ള ഫർണിച്ചർ മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട്. അത് ഇതുപോലെ തന്നെ നല്ല മനസ്സിലുടമകളായവർ മറ്റുള്ളവരുമായി സംസാരിച്ച് ആ നിലയിൽ തന്നെ അതൊക്കെ വാങ്ങാനും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമുക്ക് നേരത്തെ വിവരം തന്നതാണ്. 11:55 ഇവിടെ എത്തും. പിന്നെ അദ്ദേഹം വേലി പാലം, പിന്നെ ഒരു ക്യാമ്പ്, പിന്നെ ഹോസ്പിറ്റൽ, പിന്നെ ഇവിടെ വന്ന് മീറ്റിംഗ്, ഇങ്ങനെയാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. അതിന് മാറ്റങ്ങൾ ഉണ്ടാകാം, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല അത്. മാറ്റങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകും. എന്തായാലും 3 മണിക്കൂർ ഇവിടെ ഉണ്ടാകും. പ്രധാനമന്ത്രി ഇവിടെയുള്ള ഘട്ടത്തിൽ തെരച്ചിൽ നടത്തുക പ്രയാസകരമായിരിക്കുമെന്ന് ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ടീം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് പരിശോധന നടത്തി പോയതാണ്. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അതെങ്ങനെ വേണം, നാളത്തെ തെരച്ചിലിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഇന്ന് അവരുടെ ടീമുമായി ഞങ്ങൾ രാത്രി ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഉചിതമായി തീരുമാനം കൈക്കൊള്ളും. ഒരു 3 മണിക്ക് ശേഷം പ്രധാനമന്ത്രി പോയതിനു ശേഷം പിന്നെ ഒരു എത്രത്തോളം നടത്താൻ പറ്റുമെന്നുള്ള ഉൾപ്പെടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. ഇന്നത്തെ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ വയനാട് ജില്ലയിൽ മാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോടും പാലക്കാട്, ഇപ്പോൾ പത്തനംതിട്ട വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈ വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കലക്ടറേറ്റിലുണ്ടായിരുന്നു. കേന്ദ്ര സംഘത്തെ കാത്ത് ഞങ്ങളിവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എല്ലാ ഇടപെടലും ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. MLA-മാരുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. എല്ലാ നിലയിലുള്ള ഇടപെടലും അതാത് സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നാഷണൽ സെന്റർ ഫോർ സെസിമോളജി ന്യൂഡൽഹി അവരുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. വയനാട്ടിൽ ചില പ്രദേശങ്ങളുണ്ടായ ഭൂമിക്കടിയിൽ നിന്നുള്ള ഈ ശബ്ദങ്ങൾ അത് ഭൂചലനമല്ല എന്ന നിഗമനമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. നാഷണൽ സെന്റർ ഫോർ സെസിമോളജി ന്യൂഡൽഹിയുമായിട്ടാണ് ചർച്ച ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയേണ്ടത്. ഇതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് ജനകീയ തെരച്ചിലാണ്. ജനകീയ തെരച്ചിലിന്റെ അനുഭവം ക്യാമ്പിൽ നിന്നും തെരച്ചിലിന് വന്ന ആളുകൾ അവിടെ എത്തി പലരും നിങ്ങളൊക്കെ കണ്ടതാണ്. വൈകാരികമായിരുന്നു അവർ. പക്ഷേ അത് ഇനിയും ജനകീയ തെരച്ചിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ മുതൽ ജനകീയ തെരച്ചിൽ ഞായറാഴ്ച എല്ലാ നിലയിലും നടത്തുമെന്നുള്ളതും